ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പനീർ വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം ഞാൻ പനീർ ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പനീർ എടുത്തിട്ടുണ്ട് ഇത്രയും കേട്ടോ. അപ്പം നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കാണിക്കാം എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്നേ. അപ്പോൾ നോക്കിയേ, ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, 1 സ്പൂൺ കസുന്തി സോസ് ചേർത്തിട്ടുണ്ട്. അത് ഈ കടുകിൻ്റെ സോസാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാമേ. അപ്പോൾ നോക്കിയേ, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റോളം വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി അപ്പം നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. അതിൻ്റെ ബാറ്റർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തത് കടലമാവാണ്. അതിന് ചെറിയ 2 ഗ്ലാസ്സിന് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് നല്ല ജീരകം ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകം, റോ ജീരകമാണ്, പൊടിച്ചതല്ല. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കസ്തൂരി മേത്തിയും ചേർത്തിട്ടുണ്ട്, 1 നുള്ളു കായം ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഞാൻ മുളകിൻ്റെ കാര്യങ്ങൾ ചേർത്തിട്ട് പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പനീറയിലാണെങ്കിൽ മാരിനേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒത്തിരി എരി എടുക്കുന്നില്ല, മക്കൾക്ക് കഴിക്കേണ്ട ആയതുകൊണ്ടാണ്. അപ്പം ഡെന്നുവിന് ഒത്തിരി എരി പറ്റത്തില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്കിനിയും ഇതിനെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാമേ. നമുക്ക് തുടങ്ങാം. നമ്മുടെ പനീർ ഈ ബാറ്ററിലോട്ട് നമുക്ക് മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഒരല്പം കുറച്ച് വെച്ചായിരുന്നേ. ഇനി നമുക്ക് തീ ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇത് നല്ലതാണ്, ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതിനകത്ത് കടലമാവാണ് ചേർക്കുന്നത്, മൈദ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് നമുക്ക് മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ കൊടുത്തു വിടാനാണേലും ഈവനിങ് സ്നാക്സ് ആയിട്ടാണേലും നമുക്ക് ഇപ്പോൾ ഫുഡിൻ്റെ കൂടെ കഴിക്കാനാണേലും ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആണെന്ന് പറയാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ വറുത്ത് കോരണം കേട്ടോ. കണ്ടോ, ഇതിനെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ബാറ്ററി മുക്കി നമുക്ക് എടുക്കാമേ. അപ്പം ഞാനാണല്ലേ ബാക്കി ഇരിക്കുന്ന എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ നല്ലപോലെ ഇച്ചിരി ഫ്ലെയിം ഇട്ടിട്ട് നല്ല ഫ്രൈ ആണ്. അതിൻ്റെ കടലമാവൊക്കെയാണ് ഇച്ചിരി ഫ്രൈ ആയിട്ട് കിട്ടണേ. പനീർ അതിനകത്ത് പക്ഷേ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതിങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ടേ. അപ്പോൾ നോക്കിയേ ഫ്രണ്ട്സ്, നമ്മുടെ സ്നാക്സ് റെഡി. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം, സ്കൂളിൽ മക്കൾക്ക് കൊടുത്തിടാൻ നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ കഴിക്കുമ്പം ഇതിൻ്റെ പുറം വശം ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് പനീറായതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്, പക്ഷേ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതുപോട്ടെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബിലുണ്ട് അച്ചാമ്മ ദ ഗ്രേറ്റ് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണേലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കമൻറ്റുകളൊക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.